സ്നേഹമുള്ളവരെ, നമുക്കൊത്തിരി സന്തോഷിക്കാം, ഒരുപാട് ആനന്ദിക്കാം. കാരണം ഇതൊന്നും എൻ്റെ അവകാശമല്ല. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാലും ഇതൊന്നും എൻ്റെ കൈക്കകത്ത് ഇങ്ങനെ ഉറപ്പോടുകൂടി ഇങ്ങനെ ഇരിക്കത്തില്ല. അതൊരു ഉദാഹരണമാണ് ഞാൻ. പക്ഷേ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇതിനെ ഓർത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സങ്കടങ്ങളെയും ചെറിയ ചെറിയ വിഷമങ്ങളെയും ജീവിതത്തിലെ വിഷമങ്ങൾ ഓർത്ത് ഇങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കരുത്. ഇത് ജീവിതം, അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ദാനമാണ്. അത് മാക്സിമം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുള്ള, അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഫിലിപ്പി 4:4 പറയുന്നുണ്ട്, നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. അതിൽ വീണ്ടും വചനം പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ക്രിസ്മസ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് സന്തോഷത്തിൻ്റെ ഒരു വചനമാണ്, ആനന്ദത്തിൻ്റെ വചനമാണ്. മരണത്തിൻ്റെ നിഴലിൽ കഴിയുന്നവർക്കാണ് ഒരു പ്രകാശം, ഒരു ദീപ്തി വന്നു. അത് വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനങ്ങളാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ വല്ലാതെ അലട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഈ വചനത്തിൽ തന്നെ ഉണ്ട്. വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. അതായത് ഈശോയിൽ നിന്ന് ഞാൻ കുറേ നിയോഗങ്ങൾ വെച്ചു, കുറേ പ്രാർത്ഥിച്ചു, കുറേ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട്, ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇതൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. ഒരു പ്രാർത്ഥനയ്ക്കും ഒരു നിയോഗത്തിനും ഒരു ഉത്തരവും കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ജീവിതത്തിൽ തുടക്കം മുഴുവൻ 4 വശത്തു നിന്ന് ഇരുട്ടാണ്, തകർച്ചകളാണ് ജീവിതത്തിൽ. അപ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? അതാണ് വചനം കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് എനിക്ക് കിട്ടുന്നതൊന്നും അല്ല എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഹബക്കൂക്ക് 3:17 പറയുന്നുണ്ട്, അത്തിവർഷം പൂക്കുന്നില്ല, മുന്തിരിയിൽ ഫലങ്ങളില്ല, ഒലിവ് മരത്തിൽ കായ്കളില്ല, ആലയിൽ ആടുകളില്ല. ഇതൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുമെന്നാണ് വചനം പറയുന്നത്. ഹബക്കൂക്ക് 3:17 അവസാന ഭാഗത്തെ വചനം പറയുന്നുണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. എന്നുവെച്ചാൽ ഒരു പാവപ്പെട്ട കർഷകൻ്റെ വിലാപമാണത്. അവനിങ്ങനെ ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം ഇല്ല, അവനിനി ജീവിക്കാനായിട്ട് യാതൊരു മാർഗങ്ങളില്ല, അപ്പത്തിനുള്ള ഒന്നുമില്ല. അതപ്പോൾ അവൻ പറയുന്നത് ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അവൻ ആനന്ദിക്കുന്നത് കർത്താവ് എനിക്ക് തരുന്ന കാര്യങ്ങളെ ഓർത്തിട്ടല്ല, മറിച്ച് ഈശോയിൽ. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഈശോ തരുന്ന സാധനങ്ങളോ തരുന്ന അനുഗ്രഹങ്ങളോ തരുന്ന അത്ഭുതങ്ങളോ അല്ല, മറിച്ച് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഈശോയാണ്.